എല്ലാവർക്കും നമസ്കാരം. ലിബറൽ റെസ്പോൺസിലേക്ക് വീണ്ടും സ്വാഗതം. ഹവായ് ചപ്പലും വെള്ള കോട്ടൺ സാരിയും ഇന്ത്യയിലൊരു മുഖ്യമന്ത്രിയുടെ വേഷമാണിത്. മമതാ ബാനർജിയുടെ വേഷം. ചിലവ് വെറും 1000 രൂപയിൽ താഴെ. മുഖ്യമന്ത്രിയായ ശേഷവും അവർ നടന്നാണ് വീട്ടിലേക്ക് പോയിരുന്നത്. താമസിച്ചിരുന്നത് പഴയ വീട്ടിലാണ്. ആഡംബരങ്ങളൊന്നുമില്ല. സുരക്ഷാ സന്നാഹങ്ങൾ പരമാവധി കുറച്ചാണ് അവർ നടന്ന് വീട്ടിലേക്ക് പോവുക. ഇത് കേൾക്കുമ്പോൾ തൊഴുത്തു പണിയാൻ വേണ്ടി 42.5 ലക്ഷം രൂപ ചെലവാക്കിയ നമ്മുടെ മുൻ കേരള മുഖ്യമന്ത്രിയുമായി ഒരു താരതമ്യവും മമതാ ബാനർജിക്ക് സാധ്യമല്ല. എന്നിട്ടും മമത നേരിട്ടത് വമ്പൻ അഴിമതി ആരോപണങ്ങളാണ്. മമത അഴിമതി ചെയ്തു എന്നാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. എന്താണ് അവരുടെ എതിരാളികൾ പറയുന്നത്? അവർ പറയുന്നത് സിസ്റ്റമാറ്റിക് കറപ്ഷൻ ആയിരുന്നു എന്നാണ്. നേതാവ് നേരിട്ട് പണം വാങ്ങുന്നില്ലെങ്കിലും താഴെയുള്ളവർ അഴിമതി നടത്തുന്ന അവസ്ഥ ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്ന രീതിയിലും സ്വാർത്ഥ താല്പര്യങ്ങൾ മറച്ചുവെച്ചും അനുയായികൾ പണം പിരിക്കുന്നു, ഉപയോഗിക്കുന്നു. മമത അത് അറിഞ്ഞുകൊണ്ട് കണ്ണടയ്ക്കുന്നു. അപ്പോൾ പിന്നെ ലളിത ജീവിതം നയിച്ചതുകൊണ്ട്, ഈ നേതാവ് ലളിത ജീവിതം നയിച്ചുകൊണ്ട് നാട്ടുകാർക്ക് വല്ല കാര്യമുണ്ടോ? സത്യത്തിൽ നേതാവ് മാത്രമായി ഈ ലളിത ജീവിതം നടത്തിയാലും ഗുണം തന്നെയാണ്. ഒരു മുഖ്യമന്ത്രിയുടെ പേഴ്സണലായ ചിലവിന് മാത്രം ഒരു മാസം നമ്മൾ 1 കോടി രൂപ മാറ്റിവെക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ 10 വർഷം 120 കോടി രൂപ, അത്രത്തോളം രൂപ കേരളത്തിൽ ഈ കഴിഞ്ഞ 10 വർഷം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ കേരളവുമായി താരതമ്യം ചെയ്യുമ്പോൾ നേതാവ് മാത്രം ആദർശാത്മകമായി ജീവിച്ചാലും സർക്കാരിന്, അതായത് പൊതുഖജനാവിന് മെച്ചം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ബംഗാളികൾക്ക് ആ ലെവലിലൊന്നും ചിന്തിക്കാനുള്ള കഴിവുണ്ടായില്ല. അവർ കൺമുന്നിൽ കണ്ട അഴിമതികൾക്ക് പിന്നിൽ മമത തന്നെ ആയിരിക്കും എന്ന് കുറ്റം വിധിച്ചു. അല്ലെങ്കിൽ പ്രതിപക്ഷം അത്തരം ഒരു പ്രചരണം ആരംഭിച്ചപ്പോൾ അതിനവർ തലയാട്ടുകയാണ് ചെയ്തത്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അത്രയും ഭീകരമായ ഞെട്ടുന്ന അഴിമതികളാണ് ചെയ്തിട്ടുള്ളത്. ബംഗാളിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട അഴിമതി സ്കൂൾ സേവന കമ്മീഷൻ അഴിമതിയാണ്. ഇതാണ് മമത സർക്കാരിനെ ഏറ്റവും വെട്ടിലാക്കിയ ഒരു അഴിമതി. സർക്കാർ സ്കൂളുകളിലെ അധ്യാപക തസ്തികകളിലേക്കും മറ്റ് തസ്തികകളിലേക്കും കോടിക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങി മാഷുമാരെയും ക്ലർക്കുമാരെയും അസിസ്റ്റൻറ്റുമാരെയും വെച്ചു. ടെസ്റ്റ് എഴുതിയ ഉദ്യോഗാർത്ഥികൾ പരിപൂർണമായും നിരാശരായ ഒരു സംഭവമായിരുന്നത്. എങ്ങനെയാണ് ഇവരിത് ചെയ്തത്? പരീക്ഷകളിലും സർവേകളിലും സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് OMR അഥവാ ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നേഷൻ. OMR ഷീറ്റിൽ ഉദ്യോഗാർത്ഥികൾ ശരിയായ ഉത്തരത്തിന് നേരെയുള്ള ഒരു സർക്കിൾ കറുപ്പിക്കും. OMR റീഡർ എന്നൊരു മെഷീനുണ്ട്. ആ മെഷീൻ ഈ പേപ്പറിലൂടെ പ്രകാശം കടത്തിവിടുമ്പോൾ അത് കറുപ്പിച്ച സ്ഥലങ്ങളിൽ പ്രകാശം തട്ടി പ്രതിഫലിക്കുന്നത് കുറവായി മെഷീൻ മനസ്സിലാക്കും. അങ്ങനെ അതൊരു അടയാളമായി തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് വാല്യുവേഷൻ നടത്തുന്നത്. ഈ കറുപ്പ് കണ്ടാൽ, അല്ലെങ്കിൽ ഈ പ്രതിഫലനം കണ്ടു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിനറിയാം ഉദ്യോഗാർത്ഥികൾ കറുപ്പിച്ചത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ. അതായത് സർക്കിൾ ശരിയുത്തരമാണോ എന്നുള്ളതൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ അഴിമതി നടത്തിയവർ ചെയ്തത് എന്താണെന്നോ, കൈക്കൂലി കൊടുത്ത ഉദ്യോഗാർത്ഥികൾ ഒരു കോളവും കറുപ്പിച്ചില്ല. അവർ ഉത്തര പേപ്പർ തിരിച്ചു കൊടുത്തു. ഈ ആൻസർ ഷീറ്റുകൾ ഉദ്യോഗസ്ഥരും ഇടനിലക്കാരും കൂടി അവർ ശരിയായ സ്ഥലത്ത് കറുപ്പിച്ച്, ഉത്തരങ്ങൾ കറുപ്പിച്ച് അവർ പരിപൂർണമായും ആൻസർ എഴുതി. ചില കേസുകളിൽ മെഷീൻ നൽകുന്ന യഥാർത്ഥ ഡാറ്റ തന്നെ തിരുത്തി സെർവറിൽ ഉയർന്ന മാർക്ക് രേഖപ്പെടുത്തി എന്നും പറയുന്നു. എന്തായാലും നല്ല നെറിവുള്ള അഴിമതിക്കാരായിരുന്നു. കൈക്കൂലി തന്നവനെ തന്നെ പ്രതിയാക്കുന്ന അല്ലെങ്കിൽ ദ്രോഹിക്കുന്ന നമ്മുടെ കേരള പോലീസ് മോഡൽ പരിപാടികളൊന്നും ബംഗാളിലെ ആ കൈക്കൂലിക്കാർ അവർ പ്രയോഗിച്ചില്ല. അവർ വാങ്ങിയ കാശിന് നന്നായി പണി ചെയ്തു. പണം നൽകിയവർക്കായി പ്രത്യേക ലിസ്റ്റുകൾ തയ്യാറാക്കി. യഥാർത്ഥ റാങ്ക് ലിസ്റ്റിൽ ഇല്ലാത്തവർ പോലും ഇത്തരത്തിൽ ജോലിയിൽ പ്രവേശിച്ചു എന്നാണ് പറയുന്നത്. കമ്മീഷൻ്റെ ഔദ്യോഗിക നടപടിക്രമങ്ങൾ പാലിക്കാതെ പിൻവാതിലിലൂടെ എല്ലാവരെയും നിയമനം നടത്തി. അപ്പോൾ ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മര്യാദയ്ക്ക് പഠിച്ച് പരീക്ഷ എഴുതിയ ആളുകളുണ്ടല്ലോ, അവർക്കറിയാലോ അവർ 100% മാർക്ക് കറക്റ്റായിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കൃത്യമായി എഴുതിയവരാണെന്ന്. അവർക്ക് റാങ്ക് ലിസ്റ്റിൽ സ്ഥാനവുമില്ല, ജോലിയുമില്ല എന്ന് വന്നപ്പോൾ 2016 അവർ കൽക്കട്ട നഗരത്തിലേക്ക് ഇറങ്ങി. തെരുവുകളിൽ മാസങ്ങളോളം അവർ സമരം ചെയ്തു. തങ്ങളെക്കാൾ കുറഞ്ഞ മാർക്ക് ലഭിച്ചവർക്ക്, തങ്ങളെക്കാൾ യാതൊരുവിധ യോഗ്യതയില്ലാത്തവർക്ക് ജോലി കിട്ടുന്നു എന്നതായിരുന്നു അവരുടെ പരാതി. അവർ കോടതിയിലേക്കും പോയി. അങ്ങനെ കൽക്കട്ട ഹൈക്കോടതിയുടെ ജസ്റ്റിസായ
അഭിജിത്ത് ഗംഗോപാധ്യായയുടെ ബെഞ്ച് ഈ പരാതികളിൽ ഈ ക്രമക്കേടുകൾ വ്യാപകമായി ഉണ്ട് എന്ന് മനസ്സിലാക്കി 2021 ഹൈക്കോടതി ഈ കേസ് CBIക്ക് വിട്ടു. CBI വന്നു. അവർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ നിയമനങ്ങൾ വ്യാപകമായ തിരിമറി നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കി. പിന്നെ ED വന്നു. അവർ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പാർത്ഥ ചാറ്റർജിയുടെയും അർപ്പിത മുഖർജിയുടെയും വീട്ടിൽ നടത്തിയ പരിശോധനയിൽ റെയ്ഡിൽ ഏകദേശം 50 കോടിയോളം രൂപയും കിലോ കണക്കിന് സ്വർണവും പിടിച്ചെടുത്തു എന്നാണ് പറയുന്നത്. അപ്പോഴാണ് ഈ അഴിമതിയുടെ ഒരു വ്യാപ്തി ലോകം അറിയുന്നത്. പിടിക്കപ്പെട്ടത് വിദ്യാഭ്യാസ മന്ത്രിയാണ്. മമത എന്തു ചെയ്യും? അയാളെ പുറത്താക്കാമെന്നല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അയാൾ ഇന്നും ജയിലിലാണ്. പക്ഷേ അതിൻ്റെ ഡാമേജ് മമതയ്ക്കാണ്. കാരണം അവരാണല്ലോ മുഖ്യമന്ത്രി. അടുത്ത അഴിമതി റേഷനാണ്. റേഷൻ വിതരണത്തിലുള്ള അഴിമതി. പാവപ്പെട്ടവർക്ക് പൊതുവിതരണ ശൃംഖലയിലൂടെ പോകുന്ന ആ റേഷനരിയും ഗോതമ്പും ജസ്റ്റ് ഒന്ന് വഴിമാറ്റി നേരെ സ്വകാര്യ വിപണിയിൽ മറിച്ചു വിറ്റു. മൊത്തം 10,000 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നത്. ഭക്ഷ്യമന്ത്രിയാണ് ഈ ജ്യോതിപ്രിയ മല്ലിക്. അവരാണ് ഇതിൻ്റെ ഉത്തരവാദി. അതിന് മുൻകൈ എടുത്തത് പുള്ളിയാണെന്ന് പോലീസ് മനസ്സിലാക്കുകയും അവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. അക്രമ പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ട ഒരു ഷെയ്ഖ് ഷാജഹാൻ സന്ദേശ് കലിയിൽ കുഴപ്പമുണ്ടാക്കിയ ആളാണ്. അത് വേറൊരു കേസാണ്. ആ കേസിൽ പ്രതിയായ കക്ഷി ഈ കേസിലും പ്രതിയാക്കപ്പെട്ടു. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ലളിത ജീവിതം നയിക്കുന്ന മമതയുടെ ഒരു മന്ത്രിയാണ് ഇങ്ങനെ പിടിക്കപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ മമതയോടുള്ള ജനങ്ങളുടെ മമത കുറഞ്ഞു വന്നു. ഇതിനിടയിൽ 1-2 അഴിമതി നമ്മൾ പറയാതെ വിട്ടു. അത് 2013-14 അതായത് മമത ഭരണം ഏറ്റെടുത്ത 2ാമത്തെ വർഷം തന്നെ ഉണ്ടായതാണ്. വലിയൊരു നിക്ഷേപ തട്ടിപ്പാണത്. ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ കൊച്ചു നിക്ഷേപങ്ങൾ സ്വാഹ ആക്കിയ ഒരു പരിപാടി. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കുറിക്കമ്പനികൾ പൊളിഞ്ഞു പോകുന്ന ഒരു സ്ഥലമാണ്. അതേപോലെ അവിടെ ഒരു ശാരദ ഗ്രൂപ്പ് എന്ന് പേരിട്ട ഒരു ബ്ലേഡ് കമ്പനി നിക്ഷേപകർക്ക് ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് 2,500 കോടി രൂപ തട്ടിയെടുത്തു. TMCയിലെ പ്രധാന നേതാക്കളായ സുദീപ് ബന്ദോപാധ്യായ, കുനാൽ ഘോഷ്, മദൻ മിത്ര ഒക്കെ TMCയിലെ ആളുകൾ ഇതിൻ്റെ പേരിൽ ജയിൽവാസം അനുഷ്ഠിക്കുകയാണ്. അപ്പോൾ TMC എന്ന പാർട്ടി മമതയുടെ പാർട്ടിയാണ്. സോ ഈ കള്ളന്മാരെല്ലാം മമതയ്ക്കാണ് ഡാമേജ് ഉണ്ടാക്കിയത്. ശാരദ ചിട്ടി ഫണ്ട് തട്ടിപ്പ് കാരണം വേറൊരു വലിയ തട്ടിപ്പ്, അതിനേക്കാൾ വലിയ റേഞ്ചുള്ള തട്ടിപ്പ് കണ്ടെത്താൻ കഴിഞ്ഞു. അതാണ് റോസ് വാലി തട്ടിപ്പ്. ഇവിടെ 15,000 കോടി രൂപയുടെ തട്ടിപ്പാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. ബംഗാളിലെ മിഡിൽ ക്ലാസ്സിന് മാത്രമല്ല ഇവർ തട്ടിച്ചത്. ഒറീസയിലും ആസാമിലും ജാർഖണ്ഡിലും ഒക്കെ ഇവർ ഈ വല വിരിച്ചു. പല പ്രൊജക്റ്റുകളാണ് അവർ പറഞ്ഞിരുന്നത്. ഹോളിഡേ പാക്കേജുകൾ, റിയൽ എസ്റ്റേറ്റുകൾ, ചിട്ടി ഫണ്ടുകൾ. ഈ തട്ടിപ്പ് അന്വേഷിച്ചപ്പോൾ വിവിധ രാഷ്ട്രീയ കക്ഷികളൊക്കെ അതിലുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഫോക്കസ്ഡായത് TMCയുടെ നേതാക്കളും അതുപോലുള്ള ചില ആളുകളുമായിരുന്നു. കാരണം അവരാണല്ലോ ഭരിക്കുന്നത്. TMCയുടെ MP ആയ സുദീപ് ബന്ദോപാധ്യായയെയും തപാസ് പാളിനെയും CBI അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പം മമതയുടെ പേര് പോകുന്ന വഴികളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി സംഭവിക്കുന്നുണ്ട്. മമതയുടെ പാർട്ടി നേതാക്കൾ കൈക്കൂലി വാങ്ങുന്നുണ്ടോ എന്ന് കൃത്യമായി പരീക്ഷിച്ചറിയാൻ വേണ്ടി തെഹൽഗ എന്ന ഒരു മാധ്യമം ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ സംഘടിപ്പിക്കുന്നു. ആരാണെന്നോ അത് സംഘടിപ്പിക്കുന്നത്? മലയാളിയായ മാത്യു സാമുവലാണ് അതിന് നേതൃത്വം നൽകുന്നത്. മാത്യു സാമുവൽ എന്ത് സൂത്രമാണ് ഇവരെ പിടിക്കാൻ ഉപയോഗിച്ചത്? പുള്ളി ഇംപെക്സ് കൺസൾട്ടൻസി എന്ന പേരിൽ ഒരു സാങ്കല്പിക കമ്പനിയുടെ പ്രതിനിധിയായി ഈ തൃണമൂൽ നേതാക്കളെ സമീപിക്കുകയാണ്. ബംഗാളിൽ ബിസിനസ് തുടങ്ങാൻ സർക്കാരിൻ്റെ സഹായം വേണമെന്നും അതിനായി പണം നൽകാമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. പുള്ളി തൻ്റെ വസ്ത്രത്തിലും ബാഗിലും ഒളിപ്പിച്ച ചെറിയ ക്യാമറകൾ കൊണ്ടാണ് ഈ ദൃശ്യങ്ങളൊക്കെ പകർത്തുന്നത്. ഏകദേശം 12ഓളം തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ ഈ സ്റ്റിംഗ് ഓപ്പറേഷനിൽ കുടുങ്ങി. ആരൊക്കെയായിരുന്നു ആ സ്റ്റിംഗ് ഓപ്പറേഷനിൽ കുരുങ്ങിയത്? അന്നത്തെ TMCയുടെ രണ്ടാമൻ, അതായത് മമതാ ബാനർജി കഴിഞ്ഞാൽ രണ്ടാമൻ എന്ന് കരുതുന്ന മുകുൾ റോയ്. ഇയാൾ പിന്നീട് കേസിൽ രക്ഷപ്പെടാൻ വേണ്ടി BJPയിലേക്ക് പോവുകയും തിരികെ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കൈക്കൂലിക്കാരൻ്റെ പേര് നിങ്ങളറിയും, സുബേന്ദു അധികാരി.
അന്നത്തെ MP ആയിരുന്നു. ഇന്ന് ഈ മുതലാണ് BJPയുടെ പുതിയ ബംഗാൾ മുഖ്യമന്ത്രി. മമതയുടെ അഴിമതി ഭരണത്തിന് പകരം പുള്ളി ഹരിശ്ചന്ദ്രൻ്റെ ഭരണം കാഴ്ചവെക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണല്ലോ. ഇതുകൊണ്ടാണ് BJPയെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വാഷിംഗ് മെഷീൻ എന്ന് വിളിക്കുന്നത്. എത്ര അഴുക്കുള്ളവരായാലും BJPയിൽ ചേർന്നാൽ പിന്നെ സത്യസന്ധരായി എന്നാണ് ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം. ഈ ഓപ്പറേഷനിൽ സ്റ്റിംഗ് ഓപ്പറേഷനിൽ പെട്ട മറ്റൊരു MP സൗഗത് റായ് ആണ്. അന്നത്തെ മന്ത്രിയായിരുന്ന മദൻ മത്ര പെട്ടിട്ടുണ്ട്. അതുപോലെ കൽക്കത്ത മേയറും മന്ത്രിയായിരുന്ന ഫർഹാദ് ഹക്കീം പെട്ടിട്ടുണ്ട്. MP മാരായിരുന്ന സുൽത്താൻ അഹമ്മദ്, പ്രസൂൺ ബാനർജി, കഗലി ഘോഷ് ദസ്തിദാർ എന്നിവരെയും നമ്മുടെ മാത്യു സാമുവൽ പെടുത്തി. ഈ നേതാക്കൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ തുക 4 ലക്ഷം മുതൽ 15 ലക്ഷം രൂപ വരെയായിരുന്നു. മാത്യു സാമുവലിൻ്റെ കമ്പനിയുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞാണ് ഇവരെല്ലാം ഈ പൈസ വാങ്ങിയത്. ചില നേതാക്കൾ കൈകൊണ്ട് നേരിട്ട് മേടിച്ചു, ചിലർ പറഞ്ഞു എൻ്റെ അസിസ്റ്റൻറ്റിന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ അക്കാലത്ത് കണ്ടത്. 2021 ബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ ഫിർഹാദ് ഹക്കീം, സുബ്രത മുഖർജി, മദൻ മിത്ര, സോവൻ ചാറ്റർജി എന്നിവരെ CBI അറസ്റ്റ് ചെയ്തു. മമതാ ബാനർജി നേരിട്ട് CBI ഓഫീസിലെത്തി പ്രതിഷേധിച്ചു. ഇതൊക്കെ സംശയങ്ങൾ ഉണ്ടാക്കുകയാണ്. കാരണം സ്റ്റിംഗ് ഓപ്പറേഷനിൽ പെട്ടവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി CBI ഓഫീസിലേക്ക് മമതാ ബാനർജി ചെല്ലുന്നു. ഇത് മമതയുടെ പൊതുമധ്യത്തിലെ മാറ്റ് കുറച്ചു. മമതയോടുള്ള മമത കുറയുകയായിരുന്നു എന്നർത്ഥം. കേസ് ഇപ്പോഴും അത് തീർന്നിട്ടില്ല. അത് സ്റ്റിംഗ് ഓപ്പറേഷനിൽ പെട്ട അവരുടെ കേസൊക്കെ ഇന്നും ഉണ്ട്. പലരും ജയിൽ കയറി പുറത്തേക്ക് ഇറങ്ങിയെന്ന് മാത്രമുള്ളൂ. പല നേതാക്കളും രക്ഷപ്പെടാൻ വേണ്ടി BJPയിലേക്ക് ചേക്കേറിയപ്പോൾ ആ അന്വേഷണമൊക്കെ മന്ദഗതിയിലാവുകയാണ് ഉണ്ടായത്. BJP ബംഗാളിനെ എങ്ങനെയാണ് രക്ഷിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ഈ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. നമുക്ക് വീണ്ടും ഒരു പ്രധാനപ്പെട്ട അഴിമതിയിലേക്ക് പോരാം. അതൊരു ത്രില്ലടിപ്പിക്കുന്ന അഴിമതിയാണ്. അത് അതിർത്തി കടന്നുള്ള ഒരു കേസാണ്. അതാണ് അതിൻ്റെ ഒരു ത്രില്ല്. കന്നാലിക്കടത്ത്. ബംഗ്ലാദേശിൽ ബീഫ് വലിയ രീതിയിൽ കൺസ്യൂം ചെയ്യുന്നുണ്ട്. കൂടാതെ അവിടുത്തെ തുകൽ വ്യവസായത്തിനും ബീഫ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ കന്നുകാലികൾ ആവശ്യമുണ്ട്. ബംഗ്ലാദേശിൽ അവർക്ക് ആവശ്യമുള്ള ഉൽപ്പാദനം ഇല്ലാത്തതിനാൽ അവർ ഇന്ത്യയിൽ നിന്നുള്ള കന്നുകാലികളെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ ഒരു കുഴപ്പമുണ്ട്. ഇതിന് നിയമം അനുവദിക്കുന്നില്ല. പശുവിനെയും കാളയെയും ഇറച്ചിക്ക് വേണ്ടി കയറ്റുമതി ചെയ്യരുത് എന്ന് നമുക്ക് ഒരു ധാർമ്മികമായ നിലപാടുണ്ട്. അപ്പോൾ പിന്നെ എന്താണ് വഴി? കള്ളക്കടത്ത് തന്നെ. അത് വലിയൊരു ബ്ലാക്ക് മാർക്കറ്റ് സൃഷ്ടിക്കുക. കന്നുകാലികളെയും കൊണ്ട് അതിർത്തിയിൽ ചെന്ന് വേലി പൊളിച്ച് കടത്തിവിടുക. അതുപോലെ അതിർത്തിയിലൂടെ ഒഴുകുന്ന നദികളിൽ കന്നുകാലികളെ കെട്ടിത്താഴ്ത്തി വിടുക. മറുകരയിൽ രാജ്യത്തിൻ്റെ മറ്റേ അതിർത്തിയിൽ ഈ കന്നുകാലികൾക്കായി ആളുകൾ അവിടെ റെഡിയായി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ BSF ബോർഡർ സംരക്ഷിക്കുന്ന ജവാന്മാർക്ക് എന്താ പണി? അവർ ഈ കള്ളക്കടത്ത് സമ്മതിക്കുമോ? ഒരിക്കലുമില്ല. അവർ ഈ കന്നുകാലികളെ മുഴുവൻ അറസ്റ്റ് ചെയ്യും, എന്നിട്ട് കസ്റ്റംസിന് കൈമാറും. കസ്റ്റംസ് ഈ കന്നുകാലികളെ ലേലം ചെയ്യും. പക്ഷെ നിസ്സാര വിലയ്ക്കായിരിക്കും ലേലം ചെയ്യുക. കാരണം ഇവരെ ഈ കന്നുകാലികളെ ലേലത്തിൽ പിടിക്കുന്നത് ഒരേ ഒരാൾ മാത്രമായിരിക്കും. അതായത് ആരാണോ കള്ളക്കടത്ത് നടത്തുന്നത് അവരുടെ പ്രതിനിധിയായിരിക്കും ഇത് ലേലത്തിൽ പിടിക്കുക. ഇനാമുൽ ഹക്ക് എന്നാണ് സ്ഥിരമായി ലേലത്തിൽ പിടിക്കുന്ന ആളുടെ പേര്. ഈ ലേലത്തിൽ പിടിച്ച കന്നുകാലികളെ ഇനാമുൽ ഹക്ക് വീണ്ടും അതിർത്തി കടത്തും. ആ സമയം BSFകാർ കണ്ണടയ്ക്കും. കള്ളക്കടത്ത് കൃത്യമായി നടക്കും. ഇവിടെ ആളുകൾക്ക്, ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാകും. എന്തിനാണ് ആദ്യം കന്നുകാലികളെ കണ്ണടയ്ക്കാതെ പിടികൂടിയ BSFകാർ രണ്ടാമത് കടത്തിയപ്പോൾ കണ്ണടച്ചത്? എന്തിനാണ് അവർ? അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ വിട്ടുകൊടുത്താൽ മതിയായിരുന്നില്ലേ എന്ന് ചോദ്യം വരും. BSFകാർ അതിർത്തിയിലിരുന്ന് അവരുടെ പണി കൃത്യമായി ചെയ്യുന്നുണ്ട് എന്ന് അറിയിക്കാനാണ് ആദ്യം കന്നുകാലികളെ പിടികൂടുന്നത്. പിന്നീട് അതേ കന്നുകാലികളെ ലേലം ചെയ്തിട്ടുണ്ട് എന്നുള്ള രേഖകൾ ഉണ്ടാക്കുന്നു, എന്നിട്ട് അവയെ കടത്തുന്നു. അപ്പോൾ ഈ കന്നുകാലികളെ പിന്നെ ഏതെങ്കിലും ഒരു ഏജൻസി പിടികൂടുകയാണെങ്കിൽ ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾക്ക് അറിഞ്ഞപ്പോൾ ഞങ്ങൾ പിടിച്ച കന്നുകാലികളാണ് ഇവയെല്ലാം എന്ന് ഇവർ ബോധിപ്പിക്കുന്നു. ഇതാണ് ഇവരുടെ ന്യായീകരണം. അപ്പോൾ ഇതൊരു വലിയ കോടിക്കണക്കിന് രൂപയുടെ ഒരു അതിർത്തി കടന്നുള്ള അഭ്യാസമായിരുന്നു. തൃണമൂൽ കോൺഗ്രസിൻ്റെ ബീർഭൂം ജില്ലാ പ്രസിഡൻ്റായ അനുബ്രത് മണ്ഡൽ അദ്ദേഹമാണ്
ഈ പണിയുടെ പിന്നിൽ നിൽക്കുന്ന ആൾ. ഈ ബീർഭൂം ജില്ല എന്ന് പറയുന്നത് ബംഗ്ലാദേശിൻ്റെ അതിർത്തിയിലുള്ള ഒരു ജില്ലയാണ്. കന്നുകാലികൾക്ക് കടന്നു പോകാൻ എളുപ്പമുള്ള പാതകൾ പുള്ളിക്കറിയാം. അപ്പോൾ അദ്ദേഹമാണ് ഇതിൻ്റെ കൺട്രോൾ ആയിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ അനുമതിയില്ലാതെ ഒരു വണ്ടി പോലും അല്ലെങ്കിൽ ഒരു 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 അതിർത്തിയിൽ ഒരു വേലി പോലും പൊളിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സംരക്ഷണത്തിനായി പുള്ളി പ്രൊട്ടക്ഷൻ മണി വാങ്ങിയിരുന്നു. അങ്ങനെ പുള്ളി വലിയ മുതലാളിയായി. ഇനാമുൽ ഹക്കിന് രാഷ്ട്രീയ അഭയം നൽകിയിരുന്നത്, അതായത് ഇനാമുൽ ഹക്ക് എന്ന ഈ ലേലത്തിൽ പിടിക്കുന്ന ആൾ, അദ്ദേഹത്തിന് രാഷ്ട്രീയ അഭയം നൽകിയിരുന്നത് ഈ TMC നേതാക്കൾ, അതായത് അനുബ്രത മുഖർജിയെ പോലുള്ള TMC നേതാക്കളാണ് എന്ന കാര്യം പിന്നീട് തെളിയപ്പെടുകയുണ്ടായി. പകരമായി എന്താണ് ഈ കള്ളക്കടത്തുകാരെ കൊണ്ട് TMCക്കുള്ള ഗുണം? അവർ പ്രാദേശിക തലത്തിൽ പാർട്ടിയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നു, പോളിംഗ് സമയത്ത് സ്വാധീനം ചെലുത്തുന്നു. ഇതാണ് ഇവർ തിരിച്ചു കൊടുക്കുന്നത്. കന്നുകാലിക്കടത്തിൽ BSFകാർക്ക് എന്താണ് ബന്ധം എന്നുള്ളത് തെളിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ, BSF കമാൻഡ് വലിയൊരാളായിരുന്ന അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനായിരുന്ന സതീഷ് കുമാർ, അയാളെ പിന്നീട് അന്വേഷണത്തിൻ്റെ ഭാഗമായി പിടികൂടുകയും പുള്ളിയും ചില ഉദ്യോഗസ്ഥരെയും പ്രതികളാക്കി കേസെടുക്കുകയും നടന്നിട്ടുണ്ട്. ആ കേസ് നടന്നു വരികയാണ്. BJP ഈ കേസ് വലിയ രീതിയിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ജനമധ്യത്തിലിട്ട് കത്തിച്ചപ്പോൾ ജനങ്ങൾക്കുള്ള മമതയോടുള്ള മമത വീണ്ടും കുറഞ്ഞു. അടുത്തതാണ് കൽക്കരി കള്ളക്കടത്ത്. പടിഞ്ഞാറൻ ബംഗാളിലെ കുനിസ്റ്റോറിയ, കാജോറ എന്നീ പ്രദേശങ്ങളിലെ ഖനികളിൽ നിന്ന് അനധികൃതമായി ഖനനം ചെയ്യുന്ന കൽക്കരി അത് സ്വകാര്യ വിപണിയിൽ കൊണ്ടുപോയി മറിച്ചു വിൽക്കുക. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ, അതായത് പൊതുമേഖലാ സ്ഥാപനമായ ഈസ്റ്റേൺ കോൾഫീൽഡ് ലിമിറ്റഡിൻ്റെ ഖനികളാണത്. ആ ഖനികളിൽ നിന്നാണ് ഈ കള്ളക്കടത്ത് നടത്തുന്നത്. ഇതിലൂടെ ലഭിക്കുന്ന പണം രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും വീതിച്ച് നൽകിയിരിക്കുന്നു. ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതിയാണ് ഇതിന് പിറകിൽ ഉള്ളതെന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. ഈ റാക്കറ്റിൻ്റെ സൂത്രധാരനിലേക്ക് നമ്മൾ വന്നാലും അയാൾക്ക് തൃണമൂൽ കോൺഗ്രസ് തന്നെയാണ് സംരക്ഷണം നൽകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അയാളുടെ പേര് അനൂപ് മാജി എന്ന ഒരു ബിസിനസ്സുകാരനാണ്. തൃണമൂലിലെ നേതാക്കൾ തന്നെയാണ് ഈ കേസിലും പ്രതിക്കൂട്ടിലായത്. മമതാ ബാനർജിക്ക് ഒരു അനന്തരവനുണ്ട്. അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്, അഭിഷേക് ബാനർജി. പുള്ളിയും ഈ കേസിൽ ചോദ്യം ചെയ്യപ്പെട്ടു. അഭിഷേകിൻ്റെ ഭാര്യ രുചിറ ബാനർജിക്ക് വിദേശ ബാങ്ക് അക്കൗണ്ടുകൾ വഴി ഈ കള്ളപ്പണം ലഭിച്ചതായി അന്വേഷണ ഏജൻസികൾ ആരോപിക്കുന്നു. ഈ അന്വേഷണ ഏജൻസികൾ എന്ന് പറയുന്നത് BJPയുടെ ചില സംഭവങ്ങളാണ്. ഇതിൽ മുഴുവൻ സത്യമായിരിക്കണം എന്നുമില്ല. പക്ഷേ ഈ അഴിമതി മറ്റ് അഴിമതികൾ പോലെയല്ല. കാരണം ഇത് മമതയുടെ വീട്ടിലേക്ക് ലക്ഷ്യം വെക്കുന്നതാണ്. EDയെ സംബന്ധിച്ച് ED എന്ന് പറയുന്നത് കള്ളക്കളി നടത്തുന്ന ഒരു സ്ഥാപനം എന്ന രീതിയിൽ BJPയുടെ ഒരു താല്പര്യം ഇതിൻ്റെ പിറകിൽ ഉണ്ടാകാൻ ഇടയുണ്ട് എന്നത് സത്യമാണെങ്കിലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റ് അഴിമതികൾ കണ്ട് തലകറങ്ങി നിൽക്കുന്ന അവസ്ഥയിലായതുകൊണ്ട് BJPയുടെ കള്ളപ്രചരണമാണെങ്കിലും അത് ലക്ഷ്യം കണ്ടു ജനങ്ങൾ അതിൽ വീണു പോയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ജനങ്ങൾ എന്ന് പറയുന്നത് പുതുതായി പൊടിച്ചു വരുന്ന ഒരു മിഡിൽ ക്ലാസ്സിനെയാണ്. അങ്ങനെ ബംഗാളിൽ ചെറുതായിട്ടൊരു അനക്കം കാണുന്നുണ്ട്. ആ മിഡിൽ ക്ലാസ്സിനാണ് ജീവനും സ്വത്തിനൊക്കെ സംരക്ഷണം വേണമെന്ന് തോന്നുന്ന ഒരു ചെറിയ വിഭാഗം. അപ്പോൾ അവർക്ക് മമതയെ ഉപേക്ഷിക്കണം, മമതയേക്കാൾ മെച്ചപ്പെട്ട ഒരാളെ പരീക്ഷിക്കണം എന്നുള്ളൊരു തോട്ട് വളർന്നു വരാൻ തുടങ്ങിയത് ഈ അഴിമതി കൊണ്ടാണ്. എന്നാൽ അവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ദരിദ്ര ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. അഴിമതി അക്രമമൊന്നും ഒരു പ്രശ്നമല്ല. നമ്മൾ മമതയുടെ 15 വർഷത്തെ ഭരണം നമ്മൾ പരിശോധിക്കുമ്പോൾ അഴിമതിയും ആക്രമണങ്ങളും വ്യാപകമായിരുന്നു എന്ന് കാണാം. എന്നാൽ അവർക്കതൊരു പ്രശ്നമേ അല്ല. കാരണം ബംഗാളിൽ അതൊന്നും ഒരു പുതിയ കാര്യമല്ല. ഈ കൊലപാതകം എന്ന് പറഞ്ഞാൽ തന്നെ അവരുള്ളൊരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇന്ന് കൊലപാതകമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് പരിതപിക്കുന്ന ഒരു ജനത. അഴിമതിയുടെ കാര്യമാണെങ്കിൽ മമത ഭരണം ഏറ്റെടുത്ത കാലം മുതൽ ശാരദ ചിട്ടി തട്ടിപ്പായും റോസ് വാലി തട്ടിപ്പായും അതുപോലെ കന്നാലി കടത്തായും പിന്നെ ഉദ്യോഗ തട്ടിപ്പായും ഒക്കെ അത് ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റുകളുടെ 34 വർഷത്തെ ഭരണത്തിലും അഴിമതി തന്നെ, ഒരു സിസ്റ്റമാറ്റിക് കറപ്ഷൻ. അന്ന് പിന്നെ ചോദിക്കാനും പറയാനും പോലും ആരുമില്ലാത്തൊരവസ്ഥയാണ്. അക്രമമാണെങ്കിൽ പറയുകയും വേണ്ട. ക്രൂരതയ്ക്ക് പുതിയ മാനങ്ങൾ രചിച്ചവരായിരുന്നു സഖാക്കൾ. അവരുടെ സ്വകാര്യ സേനകൾ ബംഗാളിൽ അഴിഞ്ഞാടുകയായിരുന്നു.
കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്തെ സയൻറ്റിഫിക് റിഗ്ഗിംഗ് എന്ന ഒരു ഇംഗ്ലീഷ് പ്രയോഗത്തിലൂടെയാണ് സൂചിപ്പിക്കുന്നത്. എന്താ അതിൻ്റെ പച്ചമലയാളത്തിലുള്ള അർത്ഥം എന്ന് വെച്ചാൽ പക്വത പ്രാപിച്ച അക്രമ രാഷ്ട്രീയം. ആ പാരമ്പര്യം മമതയുടെ കാലത്തും തുടർന്നു. അക്രമികൾ അഴിഞ്ഞാടി. ഇപ്പോൾ BJP വന്നിട്ടും ഈ അക്രമം തുടരുക തന്നെയാണ്. പാർട്ടികളുടെ സ്വകാര്യ സേനകൾ തന്നെയാണ് ഇപ്പോഴും അഴിഞ്ഞാടുന്നത്. അപ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടിയാണ് ബംഗാളികൾ BJPക്ക് വോട്ട് ചെയ്തത് എന്ന് തോന്നുന്നില്ല. തീർച്ചയായും മമതയുടെ ജനപ്രീതി കുറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു, പടിപടിയായി കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ സൂചിപ്പിച്ചതുപോലെ പുതുതായി മുളച്ചു വരുന്ന ആ മധ്യവർഗത്തിൻ്റെ ഉള്ളിൽ ജനപ്രീതി ഇടിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. എന്നാൽ ഇമാതിരി ഭീകര തോൽവി ഏൽക്കാൻ മാത്രമുള്ള ഒരു സ്ട്രെങ്ത് ഈ അവിടുത്തെ പുതുതായി പൊടിച്ചു വന്ന മധ്യവർഗത്തിനില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇത്രയും വലിയൊരു തിരിച്ചടി ഇലക്ഷനിൽ മമതയ്ക്ക് ഉണ്ടായത്? കാരണം അഴിമതിയും അക്രമവും എന്ന് പറയുന്നത് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്നാണ് ഭൂരിഭാഗം ബംഗാളികളും കരുതുന്നത്. അപ്പോൾ പിന്നെയുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് BJPയുടെ പരസ്യങ്ങളും അവരുടെ പ്രയത്നങ്ങളും കഷ്ടപ്പാടൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒരു കൗതുകം കൊണ്ട് വോട്ട് ചെയ്ത് പോയിരിക്കാനാണ് സാധ്യത. അല്ലാതെ അഴിമതിയും അക്രമവും ഇല്ലാത്ത ഒരു ബംഗാളിന് വേണ്ടിയുള്ള ഒരു പോളിംഗ് നമുക്ക് അവിടെ കാണാൻ കഴിയില്ല. അങ്ങനെ ആഗ്രഹിക്കണമെങ്കിൽ പോലും ലേശം ജനറൽ നോളജ് അവിടുത്തെ സമൂഹത്തിന് ആവശ്യമാണ്. അഴിമതി കുറഞ്ഞ സമാധാനമുള്ള നാടുകൾ ലോകത്തുണ്ട് എന്നുള്ള ഒരു അറിവ് അവിടുത്തെ ഭൂരിപക്ഷ ജനതയ്ക്ക് ഉണ്ടാകണം. ഒരിക്കലും ഉണ്ടാകില്ല. എവിടെ നിന്നുണ്ടാകാനാണ്? പൊട്ടക്കുളത്തിൽ കിടക്കുന്നവർക്ക് നീല ജലാശയത്തെപ്പറ്റി, നീലക്കടലിനെ പറ്റി എന്താണ് അറിയാൻ കഴിയുക? ബംഗാൾ കമ്മ്യൂണിസ്റ്റുകൾ ദീർഘകാലം ഭരിച്ച ഒരു സംസ്ഥാനമാണ്. കമ്മ്യൂണിസ്റ്റുകൾ ദീർഘകാലം ഭരിച്ച ഒരു സംസ്ഥാനമോ രാജ്യമോ 15 വർഷം കൊണ്ട് നേരെയാക്കിയെടുക്കാൻ ഒരാൾക്കും പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ കിഴക്കൻ യൂറോപ്പിലേക്ക് പോകാം. അവിടെ കമ്മ്യൂണിസ്റ്റുകാർ 19 വർഷം അടക്കി വാണ സ്ഥലങ്ങളാണ്. അവിടങ്ങളിൽ ജനാധിപത്യം വന്നിട്ട് 30 വർഷമേ ആയിട്ടുള്ളൂ. ഈ 30 വർഷം കഴിഞ്ഞിട്ടും അവിടെ ആ നാടൊന്നും ചൊവ്വായിട്ടില്ല. ഇപ്പോഴും കിഴക്കൻ യൂറോപ്പും പടിഞ്ഞാറൻ യൂറോപ്പും രണ്ട് കൾച്ചർ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഇസ്ലാം ഭീകരവാദികൾ ഭരിച്ചിരുന്ന നാടുകൾ നോക്കുക. അവിടെ ജനാധിപത്യം കൊണ്ടുവരാൻ ആര് പോയാലും ഇത് തന്നെയായിരിക്കും സ്ഥിതി. അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, ഇറാൻ എല്ലായിടത്തും ഇത് തന്നെയാണ് സ്ഥിതി എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ജപ്പാനിലേക്ക് നോക്കുക, അമേരിക്കക്കാർ ഇടപെട്ട സ്ഥലമാണ്. കൊറിയ നോക്കുക, പനാമ നോക്കുക. ഇതിൽ ആദ്യം പറഞ്ഞ 2 രാജ്യങ്ങളിലും വമ്പൻ പുരോഗതിയാണ്. പനാമയിലാണെങ്കിലോ പനാമ പണ്ടത്തേക്കാൾ എത്രയോ മെച്ചപ്പെട്ട് കഴിഞ്ഞു. അവിടങ്ങളിൽ ഈ പറഞ്ഞ 3 രാജ്യങ്ങളിലും ഇസ്ലാമിസ്റ്റുകളോ കമ്മ്യൂണിസ്റ്റുകളോ ആയിരുന്നെങ്കിൽ ഒരിക്കലും ഒരു അമേരിക്കയ്ക്കോ ഒരു യൂറോപ്പിനോ ആർക്കും ആ രാജ്യത്തെ രക്ഷപ്പെടുത്താൻ എളുപ്പമല്ല. കാരണം ജനാധിപത്യം അവർ പ്രാക്ടീസ് ചെയ്തിട്ടേ ഇല്ല. കമ്മ്യൂണിസ്റ്റുകൾക്കും ഇസ്ലാമിസ്റ്റുകൾക്കും ദീർഘകാലം ഭരിക്കാൻ കിട്ടിയ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് വാറുണ്ണ് കയറിയ വീട് എന്ന് വേണമെങ്കിൽ പറയാം. അതുമാത്രമേ അതിനെ പറയാനുള്ള ആപ്റ്റായിട്ടുള്ള ഒരു പ്രയോഗം എന്ന് എനിക്ക് തോന്നുന്നു. ചുരുക്കി പറഞ്ഞാൽ ബംഗാൾ BJPയുടെ വിജയം കൊണ്ട് ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. BJPയുടെ വിജയം എന്ന് പറയുന്നത് ബംഗാളികളുടെ ഒരു കൗതുകം മാത്രമാണ്. ആ കൗതുകം പോലും മമതയെ മറിച്ചിടാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി നായയെപ്പോലെ സേവനം ചെയ്യുന്ന ഒരാളെ ഇലക്ഷൻ കമ്മീഷണറാക്കി വെച്ചത്. അപ്രകാരം മമതയ്ക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം പോലും അവർ നിഷേധിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം നമുക്ക് 2 പേരുകൾ കൂടി പറയാനുണ്ട്. ഹുമയൂൺ കബീർ, നൗഷാദ് സിദ്ദിഖി. ഈ 2 ഇസ്ലാമിസ്റ്റുകൾ മുസ്ലിം പാർട്ടികൾ ഉണ്ടാക്കി അവരുടെ സ്ഥാനാർത്ഥികളെ നിറച്ചു നിർത്തിയത് കൊണ്ട് മമതയ്ക്ക് കിട്ടേണ്ട മുസ്ലിം വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്തു പോയി. ഇങ്ങനെ നിരവധി ഘടകങ്ങൾ കൊണ്ടാണ് മമത തോറ്റത്. നിരവധി ഘടകങ്ങൾ. നമ്മൾ പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ഇതുകൊണ്ടാണ് തോറ്റത് എന്നാരും ധരിക്കരുത്. ഒരുപാട് ഘടകങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തപ്പോഴാണ് മമതയുടെ തോൽവി സംഭവിച്ചത്. മമത ഒരിക്കലും ഒരു അഴിമതിക്കാരിയായിരുന്നില്ല. ഇന്നും ലളിത ജീവിതം പുലർത്തുന്ന ഒരു സ്ത്രീയാണവർ. അവർ നമ്മുടെ ആർത്തിപ്പണ്ടാരങ്ങളായ മുഖ്യമന്ത്രിമാർക്കൊക്കെ വേണമെങ്കിൽ നോക്കി പഠിക്കാവുന്ന ഒരു മാതൃകയാണ്. പക്ഷേ മമത മാത്രമേ ബംഗാളിൽ അങ്ങനെ ഉള്ളൂ എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. കൂടെ ഒരാളെ കൂട്ടി നിർത്തിയാൽ അയാൾ അഴിമതിക്കാരനായിരിക്കും എന്നതാണ് അവിടുത്തെ സ്ഥിതി. ഇന്ന് മുഖ്യമന്ത്രിയായിട്ടുള്ള സുവേന്ദു അധികാരി പോലും നമ്മുടെ മലയാളിയായ മാത്യു
സാമുവലിൻ്റെ സ്റ്റിംഗ് ഓപ്പറേഷനിൽ പെട്ട ആളാണെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞു. TMCയിൽ അഴിമതിക്കാരിയല്ലാത്ത ഒരാളെങ്കിലും ഉണ്ട്. അത് മമത തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. BJPയിൽ അതും ഇല്ല. അതാണ് അവിടുത്തെ അവസ്ഥ. അഴിമതിയും അക്രമവും ന്യൂ നോർമൽ ആക്കി മാറ്റിയാണ് 2011 അവിടെ കമ്മ്യൂണിസ്റ്റുകൾ കളം ഒഴിഞ്ഞത്. അതായിരിക്കാം ഇന്നും അവിടെ തുടരുന്ന ഈ അക്രമത്തിൻ്റെയും അഴിമതിയുടെയും ശൃംഖല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. നന്ദി, നമസ്കാരം.